ഗീബത്ത് പറയാ, കളവ് പറയാ, നമീമത്ത് പറയാന്നൊക്കെ പറഞ്ഞാൽ എത്ര മോശാണ്. ഖൈറ് മാത്രമേ പറയാവൂ എന്ന് പറഞ്ഞാൽ ഇതൊന്നും ചെയ്യാൻ പാടില്ല. ഇതൊക്കെ ചെയ്താൽ ഖൈറല്ലാത്തത് വന്നു. നിങ്ങൾക്കറിയോ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയാണ്, ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ റബ്ബിന് എന്നോട് പലതും കണക്ക് ചോദിക്കാനുണ്ടാകും. മുഹമ്മദ് ബിൻ ഇദ്രീസ്, നിങ്ങളെ നിസ്കാരത്തിൽ വീഴ്ചയുണ്ടെന്ന് റബ്ബിന് എന്നോട് പറയാനുണ്ടാകും. നോമ്പ് നോറ്റതിൽ പോരായ്മയുണ്ടെന്ന് പറയാനുണ്ടാകും. നമ്മളെ നോമ്പ് പോലെ നിസ്കാരം പോലെ ഷാഫി ഇമാമിന്റെ നിസ്കാരം നോമ്പും അല്ല. അതിൽ കുറ്റവും കുറവൊന്നും ഉണ്ടാവുന്നല്ല പറഞ്ഞത്, അത് വിനയാണ്, വിനയത്തോടെ പറഞ്ഞതാണ്. അതിലൊക്കെ പടച്ചോൻ എന്നോട് എന്തെങ്കിലുമൊക്കെ കണക്ക് ചോദിക്കാനുണ്ടാവും, പോരായ്മകളൊക്കെ ഉണ്ട് എന്ന് പറയാനുണ്ടാകും. പക്ഷേ അടുത്ത് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേട്ടോ, ഇതുണ്ട് എന്നല്ല മനസ്സിലാക്കേണ്ടത്, അത് വിനയത്തോടു കൂടി പറഞ്ഞതാ. പക്ഷെ അടുത്ത് പറഞ്ഞതിന്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത്. മഹാനവറുകൾ പറയാണ്, എന്റെ നിസ്കാരത്തിൽ പോരായ്മ ഉണ്ടെന്ന് റബ്ബിന് പറയാം, എന്റെ നോമ്പിൽ പോരായ്മ ഉണ്ടെന്ന് റബ്ബിന് പറയാം, ഞാൻ സക്കാത്ത് കൊടുത്തെടുത്ത് കുറവുണ്ടെന്ന് റബ്ബിന് ഒരു പക്ഷേ പറയാൻ കഴിയും. പക്ഷേ മുഹമ്മദ് ബിൻ ഇദ്രീസ്, നിങ്ങൾ എന്തിന് ആ മനുഷ്യനെ പറ്റി ദുഷിപ്പ് പറഞ്ഞു, വേണ്ടാത്തരം പറഞ്ഞു എന്നൊരു വാക്ക് പടച്ചോൻ എന്നോട് ചോദിക്കാനുണ്ടാവില്ല. കാരണം ലം അഗ്തബ് അഹദൻ മിനൽ ആലമീൻ, ഞാൻ ലോകത്ത് ഒരു കുട്ടിയെയും ഗീബത്ത് പറഞ്ഞിട്ടില്ല. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ സദസ്സിനോട് ഞാൻ ചോദിക്കുകയാണ്, ഈ സദസ്സിലുള്ളവരോട് ഞാൻ ചോദിക്കുകയാണ്, വ്യഭിചരിച്ചിട്ടില്ല എന്ന് ഉറപ്പുള്ളവരെ എഴുന്നേറ്റ് നിൽക്കൂ എന്ന് പറഞ്ഞാൽ വേണ്ടട്ടോ, ഞാൻ അതിനെല്ലാം ഇത് പറയുന്നു. വ്യഭിചരിച്ചിട്ടില്ല എന്ന് ഉറപ്പുള്ളവരൊന്ന് എഴുന്നേറ്റ് നിൽക്കൂ എന്ന് പറഞ്ഞാൽ എല്ലാവരും എഴുന്നേൽക്കും അല്ലേ? കട്ടിട്ടില്ല, മോഷ്ടിച്ചിട്ടില്ല, കള്ളു കുടിച്ചിട്ടില്ല, അതിനൊക്കെ എണീച്ചിരിക്കാൻ ആളുണ്ടാവും. പക്ഷേ 30 വ്യഭിചാരത്തെക്കാൾ കടുപ്പമാണ് ഒരു ഗീബത്ത്. നബി പറഞ്ഞു, അൽ ഗീബത്തു അശദ്ദു മിൻ 30 സന്യ. ഇത്രയും കടുപ്പത്തിൽ പറഞ്ഞ ഗീബത്ത് ജീവിതത്തിൽ ഞാൻ ഒരാളെ പറ്റിയും പറഞ്ഞിട്ടില്ല. ഷാഫി ഇമാമ് പറഞ്ഞതുപോലെ പറയാൻ പറ്റിയ ഒരാൺകുട്ടി, ഉമ്മ പറ്റിയൊരു കുട്ടി ഇല്ല. സദസ്സിലില്ല എന്നല്ല, സ്റ്റേജിൽ ഞാനുണ്ടാവില്ല. എത്രയാണ് നമ്മൾ ആളുകളെ പറ്റി കുറ്റം പറയുന്നത്? ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, ഞാൻ ചുരുക്കി പറഞ്ഞു തരാണ്. ഗസാലി ഇമാമ് പറഞ്ഞതുപോലെ കുറ്റം പറഞ്ഞിട്ട് സ്വർഗം കൊടുക്കുന്നവനല്ല പടച്ചോൻ, മനസ്സിലാക്കിയാൽ മതി. കുറ്റം പറഞ്ഞിട്ട് രക്ഷപ്പെടുന്ന ഒരു സംഗതി പരിശുദ്ധ ഇസ്ലാമിലില്ല. എത്രത്തോളം ആരെയും ദുഷിപ്പ് പറയരുത്, ദുഷിപ്പ് പറയാൻ അർഹനാണെങ്കിൽ പോലും ദുഷിപ്പ് പറയരുത്. ദുഷിപ്പ് പറഞ്ഞില്ലെങ്കിൽ ഒന്നും വരാനില്ല. എന്നിട്ട് പറഞ്ഞു, ഹത്താ ലൗലം തൽഅൻ ഇബ്ലീസ്. എത്രത്തോളം നീ ഇബ്ലീസിന്റെ പേര് കേൾക്കുമ്പോൾ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ, നമ്മളൊക്കെ ഇപ്പൊ ഇബ്ലീസുൽ ലഈൻ എന്ന് കേൾക്കുമ്പോൾ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയില്ലേ, അത് ഈമാന്റെ ഒരു അടയാളാണ്. ആ ലഅനത്തുല്ലാഹി അലൈഹി പറയല്, പക്ഷെ പറയൽ നിർബന്ധമുണ്ടോ? ഇബ്ലീസിന്റെ പേര് കേൾക്കുമ്പോൾ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയൽ നിർബന്ധമുണ്ടോ? ഇല്ല. സുന്നത്തുണ്ടോ? ഇല്ല. പിന്നെന്താ? ഈമാന്റെ അടയാളാണ്, ജായിസാണ്. അത്രേ ഉള്ളൂ. സുന്നത്തുമില്ല, നിർബന്ധമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാൾ ഇബ്ലീസ് എന്ന് കേട്ടപ്പോ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറഞ്ഞില്ല. നിങ്ങൾ ഇത്ര പെട്ടെന്ന് നന്നായോ? ഇപ്പൊ ലഅനത്തുല്ലാഹി അലൈഹി ആരും പറയുന്നില്ല അല്ലെ? അല്ല, പെട്ടെന്ന് വയത് കേട്ട് നന്നായി തോന്നുന്നു. അപ്പൊ ഒരാൾ ഇബ്ലീസിന്റെ പേര് കേട്ടിട്ട് ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറഞ്ഞില്ല നോക്കുക, എന്നാൽ അല്ലാഹു തആല നാളെ പരലോകത്ത് നിടാ ഇബ്ലീസിന്റെ പേര് എന്റെ മുമ്പ് എന്ന് പറഞ്ഞിട്ട് ഈ എന്തേ ലഅനത്തുല്ലാഹി അലൈഹി പറയാതിരുന്നത്, പോ നരകത്തേക്ക് എന്ന് പറയില്ല. കാരണം എന്താ? ഒരാളെ ദുഷിപ്പ് പറഞ്ഞിട്ട് സ്വർഗം കിട്ടുന്ന പരിപാടി ഇവിടെ ഇല്ല, ഇസ്ലാമില് ഇല്ല. ഈ ഇബ്ലീസിനെ പോലും. അപ്പൊ എല്ലാ നിലക്കും അർഹനാണല്ലോ എത്രയും പറയാൻ. അപ്പൊ ഇനി നമ്മൾ മനസ്സിലാക്കിയാൽ മതി, നമ്മൾ ഈ പറയുന്നത് എത്ര വലിയ സംഗതിയാണ്. ഓരോ മനുഷ്യന്മാരെ പറ്റിയും വേണ്ടാത്തരം പറയുന്നു. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു സലാമത്താക്കട്ടെ, പടച്ചോൻ സലാമത്താക്കി തരട്ടെ. സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്ന് മുതൽ ആ പ്രവണത അവസാനിപ്പിക്കണം. നേരം വെളുത്ത് വൈകുന്നേരം ആകുമ്പോഴേക്കൊരു 4 ആളെ കുറ്റം പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു സുഖം കിട്ടൂല. അത് നിർത്തണം. ഇനി അത് തുടരരുത്. ഒരാളും നമ്മളെ നിസ്കാരവും നോമ്പും കൊണ്ടുപോകാൻ വരരുത്. ഷാഫി ഇമാം പറഞ്ഞില്ലേ, ലം അഗ്തബ് അഹദൻ മിനൽ ആലമീൻ. ഷാഫി ഇമാമിന്റെ അടുത്ത് ആരെങ്കിലും നിങ്ങളെ പറ്റി ഇന്ന മൗലിയാര് എന്തോ കുറ്റം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ സമകാലികരായ പണ്ഡിതന്മാരിലും ഉണ്ടാവുമല്ലോ ഈ ദുഷിപ്പ് പറച്ചിൽ. അപ്പം ഏത് ചെയ്തു?
നിങ്ങളെ പറ്റി ഇന്ന ആള് മോശം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഷാഫി ഇമാമിന് മറുപടി അറിയില്ല അത്രേ. നമ്മളപ്പം പറയും മറുപടി അല്ലേ, പത്രസമ്മേളനം വിളിച്ച് മറുപടി അറിയും. നമ്മളെ ശൈലി അതാണ്. ഷാഫി ഇമാം പറയാത്രേ, ഒരു അലുവ പൊതി എടുക്കാൻ പറയും. ഒരു പുതിയ അലുവ എടുത്തു അങ്ങോട്ട് അത് ആ ദൈവത്ത് വന്നതിന് കൊണ്ടേ കൊടുക്കാൻ പറയും, സമ്മാനം. അപ്പൊ അതെന്ത്, നിങ്ങളെ ഇങ്ങനെയൊക്കെ കുറ്റം പറഞ്ഞിട്ട് സമ്മാനം കൊടുക്കുക? പിന്നെ സമ്മാനം കൊടുക്കണ്ടേ? അയാൾ എത്രയോ കഷ്ടപ്പെട്ട് ചെയ്ത നിസ്കാരം നോമ്പ് അയാൾ എനിക്ക് തരാൻ തയ്യാറാകുക എന്നല്ലേ ഈ ഗീബത്ത് പറയുന്നതിന്റെ അർത്ഥം? എനിക്ക് അയാൾക്ക് തിരിച്ച് ഗീബത്ത് പറഞ്ഞിട്ട് എന്റെ നിസ്കാരം നോമ്പ് അങ്ങോട്ട് കൊടുക്കാൻ പറ്റൂല, എനിക്ക് അയാൾക്ക് അലുവേ കൊടുക്കാൻ പറ്റുള്ളൂ. ഷാഫി ഇമാം കണ്ടോ? നന്നാവണം. ഇനി മുതൽ നാവ് കൊണ്ടൊരാളെയും കുറ്റം പറയരുത്, ഗീബത്ത് പറയരുത്, പിന്നെ പരദൂഷണം പറയരുത്, ഏഷണി കൂട്ടരുത്, ഗീബത്ത് നമീമത്ത്. അത് മാത്രമല്ല, ഇന്നിപ്പോ എന്താന്നറിയ നിങ്ങള്, ഷെയ്ഖ് പട്ടം ചമയുന്നവരടക്കം ഗീബത്തും നമീമത്തും പറഞ്ഞ് നടക്കുകയാണ് ഇന്നത്തെ ഒരു കാലത്താണ്. വൈകുന്നേരമായ അവർക്ക് പണി ഗീബത്തും നമീമത്തും പറയല. അന്ന് ആലപ്പുഴയാണെങ്കിൽ നാളെ തൃശ്ശൂര്, അങ്ങനെ ഓടി നടക്കുകയാണ് കേട്ടോ. പേര് ആത്മീയത, ഷെയ്ഖ്. സുബ്ഹാനല്ലാഹ്, ഇന്നത്തെ ഒരു ലോകം അതാണ്. വലിയ പേടിക്കേണ്ട കാലമാണ്. യഥാർത്ഥ മശായിഖുമാർ അവരെ കുറ്റം പറഞ്ഞാൽ പോലും പ്രതികരിക്കൂല. അതാണ് അവരുടെ ലോകം. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഗീബത്ത് പറയരുത്, നമീമത്ത് പറയരുത് എന്നൊക്കെ പറയുമ്പോഴേ നിങ്ങൾ ആരോപണം ഉന്നയിക്കരുത്. ബുഹ്താൻ, ഈ ബുഹ്താൻ എന്ന് പറഞ്ഞ സാധനം ആളുകളെ പറ്റി ഇല്ലാത്തത് പറയാം, ഉള്ളത് പറയുന്നതിന് തന്നെ ഗീബത്ത് എന്ന് പറയാം, ഇല്ലാത്തത് പറയുന്നതിന് ആരോപണം പറയാന്ന് പറയാം. ഈ ആരോപണം പറയലുണ്ടല്ലോ, അത് വല്ലാത്ത കടുപ്പുള്ള സാധന. അത് ഇല്ലാത്തത് പറയല, അപ്പൊ അതിന്റെ പേരെന്താ? കളവ്. അതൊരാളെ ഇല്ലാത്തത് പറഞ്ഞ് ദ്രോഹിക്കല, അപ്പൊ അതിന്റെ പേരെന്താ? ഇനി ഒന്നും കൂടി പറയാം, അതൊരാൾക്ക് ഇഷ്ടമല്ലാത്തത് പറയലാണ്, അപ്പൊ എന്തുവായി? ഗീബത്തുമായി. അപ്പൊ ശരിക്ക് ഈ ആരോപണം എന്ന് പറഞ്ഞ ബുഹ്താനുണ്ട്. ആ ബുഹ്താന് 3 ചേരുവകൾ ഒത്തിണങ്ങിയ തിന്മയാ. 3 തിന്മകളുടെ കൂട്ടമാണ്. ഏത്? കെദിബ്, ഗുൽമ്, ഗീബത്ത്. കെദിബും ഗുൽമും ഗീബത്തും കൂടെ കൂടിയതാ. ഇല്ലാത്തതായതുകൊണ്ട് കെദിബാണ്, കളവാണ്. അക്രമായതുകൊണ്ട് ഗുൽമാണ്. ഇഷ്ടമല്ലാത്തതായതുകൊണ്ട് ഗീബത്തുമാണ്. ഇതിനെപ്പറ്റി ഒരു മഹാൻ പറഞ്ഞു, ബുഹ്താൻ എത്ര മോശാന്ന് മനസ്സിലാക്കാൻ, കലഹ്മത്തി ഖിൻസീരിൻ തുബിഖത് ഫിൽ ഖംറി സുമ്മ ഖുലിയത് ബിശഹ്മത്തിൽ കൽബ്. എത്ര വൃത്തി ഉണ്ടാവുക മുതല്. ആരോപണം ഉന്നയിക്കാന്ന് പറഞ്ഞാൽ അത് ഒരു പട്ടിയുടെ പന്നിയുടെ മാംസകഷ്ണം, പന്നി ഇറച്ചി, ഒരു കഷ്ണം പന്നി ഇറച്ചി എടുത്തിട്ട് തുബിഖത്ത് ഫിൽ ഖംറി, കള്ളിലിട്ട് വേവിച്ചു. അത് ചാറ് വെച്ചു, കറി വെച്ചു. കറി വെക്കാൻ ഉപയോഗിച്ച വെള്ള ഏതാണ്? പച്ചള്ളല്ല, കള്ള്. കള്ളിലിട്ടിട്ട് കറി വെച്ചു. അപ്പൊ ഇത് ചൂടായി തിളക്കുമ്പോ ഇതിന്റെ ഉള്ളിലേക്കൊക്കെ ഏത് കയറും? കള്ളിന്റെ അംശം കയറും. എന്നിട്ട് ആ സാധനം കെട്ട് എടുത്തു, കോരിയെടുത്തു. ആ പന്നിയുടെ മാംസകഷ്ണം. അപ്പൊ അതിന്റെ ഉള്ളിൽ ഏതുണ്ട്? കള്ളുണ്ട്. എന്നിട്ട് അപ്പുറത്തൊരു ചട്ടി ചൂടായി നിൽക്കുന്നുണ്ട്. സുമ്മ ഖുലിയത് ബിശഹ്മത്തിൽ കൽബ്. ആ ചട്ടിയിലിട്ടത് വറുത്തു, പൊരിച്ചു. എന്തുകൊണ്ടാ പൊരിച്ചത്? എന്തുകൊണ്ടാ വറുത്തത്? പൊരിക്കാൻ ഉപയോഗിച്ചത് ബിശഹ്മത്തിൽ കൽബി, പട്ടി നെയ്യ്. പന്നി മാംസം കള്ളിലിട്ട് വേവിച്ച് പട്ടി നെയ്യിൽ പൊരിച്ചെടുത്താൽ ഇപ്പൊ ആ സാധനത്തിൽ എന്തൊക്കെ ഉണ്ട്? പന്നിയാണ്, പട്ടി നെയ്യുണ്ട്, കള്ളുണ്ട്. 3 നജസല്ലേ? ഗൗരവമുള്ള നജസല്ലേ? ഇത് 3 കൂടി ചേർന്നപ്പോ അതിന് എത്ര ശുദ്ധി ഉണ്ട്? അതേ ശുദ്ധിയാണ് ബുഹ്താനുള്ളത്. അത്രയും വൃത്തികേടാണ്. തീരെ ശുദ്ധിയില്ല, വൃത്തികേടാണ്. അല്ലാഹ് നമ്മളെ മനസ്സല്ല നന്നാക്കി തരട്ടെ. അപ്പോഴേ നാവ് നന്നാവുള്ളൂ. മനസ്സാണ് നന്നായെങ്കിലേ നാവ് നന്നാവുള്ളൂ. കുറുമ്പും കുശുമ്പും ഇല്ലാത്ത മനസ്സുണ്ടായാൽ പിന്നെ ചീത്ത അറിയില്ല, പിന്നെ കുറ്റം പറയില്ല, ഗീബത്ത് പറയില്ല. നമ്മൾ നന്നാവും. അല്ലാഹു നന്നാക്കി തരട്ടെ. നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ കർമ്മം നന്നാക്കണം എന്നതിന്റെ പ്രതീകമാണ് അത്. ഞാൻ നേരത്തെ പറഞ്ഞു, മനസ്സാ വാചാ കർമ്മണം നന്നാവുക എന്നാണ് കർമ്മം. കർമ്മവിശുദ്ധിയുടെ പ്രതീകമായിട്ടാണ് ഫസല്ല പറഞ്ഞത്. നിസ്കരിക്കാത്ത മനുഷ്യന് ഇസ്ലാമിൽ ഒരു സ്ഥാനവുമില്ല.
എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരോട് പറയട്ടെ, നിസ്കാരം മുടങ്ങാറുണ്ടോ? ഇരുന്നാലോചിച്ചോളണം. പടച്ചോൻ എന്നെ കൊണ്ട് എന്താ റബ്ബേ കണ്ടത് ബേജാറാവും. സഹോദരങ്ങളെ, 5 നേരത്തെ നിസ്കാരം മുടങ്ങാതെ നിർവഹിക്കണം. നിസ്കരിക്കാത്ത മനുഷ്യന് പരിശുദ്ധ ഇസ്ലാമിൽ ഒരു സ്ഥാനവുമില്ല. പടച്ചോനെ പേടിയില്ലാത്തവർക്ക് നിസ്കാരം ഒരു ഭാരമാണ്. അപ്പൊ നമ്മൾക്ക് നിസ്കാരം കൃത്യമായിട്ട് നടക്കണില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് പടച്ചോനെ പേടിയില്ല. നിസ്കാരം ഒരു ഭാരമായി മാറുന്നുണ്ടെങ്കിൽ വൈകുന്നേരം വരെ പണിയെടുത്ത് പണി മതിയാക്കാനാകുമ്പോൾ മുതലാളി വന്ന് പറയാണ് 2 മണിക്കൂറും കൂടെ ഓവർ ടൈം എടുക്കുകയാണെങ്കിൽ കൂടുതൽ ശമ്പളം തരാം. പിന്നെ എടുക്കുക മനുഷ്യൻ. പക്ഷേ അത്രയും ത്യാഗ മനോഭാവമുള്ള ആ മനുഷ്യൻ, ത്യാഗസന്നദ്ധതയുള്ള ആ മനുഷ്യൻ, നിങ്ങൾ അസ്ർ ഖളാകുന്നതിന് മുമ്പ് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ നിസ്കരിക്കൂല. നിസ്കരിക്കാൻ 5 മിനിറ്റ് മതി. എത്ര ലളിതാണ്. ഈ 2 മണിക്കൂർ ഓവർ ഡ്യൂട്ടിന്റെ പണിയൊന്നുമില്ല. പക്ഷേ ഓവർ ഡ്യൂട്ടിക്ക് പാകപ്പെടുന്നവരും നിസ്കരിക്കാൻ പാകപ്പെടില്ല. എന്താ അതിന്റെ കാരണം? അതിന്റെ ഉത്തരാധാരം പടച്ചോനെ പേടിയില്ലാത്തവർക്ക് നിസ്കാരം ഒരു മലമറിക്കണ പണിയായിരിക്കും. പടച്ചോനെ പേടിയുള്ളവർക്ക് അത് ലളിതമായ ചടങ്ങായിരിക്കും. അറിയാതെ അങ്ങനെ നടക്കുക. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തി തരട്ടെ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബയുടെ പുനർനിർമ്മാണം നടന്നിട്ട് ഒരു ദുആ നടത്തിയത് എന്താ? റബ്ബി ജഅൽനി മുഖീമസ്സലാഹ് വമിൻ ദുർരിയതി എന്ന. പടച്ചോനെ എന്നെ കൃത്യമായിട്ട് നിസ്കരിക്കുന്ന ആളാക്കണം. എന്നെ മാത്രം പോരാ, എന്റെ മക്കളെയും മിൻ ദുർരിയതി, എന്റെ മക്കളിൽ നിന്നും കൃത്യമായിട്ട് നിസ്കരിക്കുന്നവരെ തരണം. അത് വലിയ ഒരു വാക്കാ, വലിയ ഭാഗ്യാണ് സഹോദരങ്ങളെ.